അമേരിക്കയുടെ എല്ലാ എയർബേസുകളും ഉടനടി മാറ്റേണ്ടതായുണ്ട്. അമേരിക്കയുടെ താവളങ്ങൾ കൃത്യമായി മാറ്റേണ്ടതിന്റെ അനിവാര്യത അതുതന്നെയാണ് ഗൾഫ് രാജ്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ ഉറപ്പിച്ചു പറയുന്നത്. ഇറാനുമായുള്ള അമേരിക്കയുടെ ഏറ്റുമുട്ടൽ അനിശ്ചിതകാലത്തേക്ക് നീണ്ടുപോകുമ്പോൾ തന്നെ രാജ്യങ്ങൾക്ക് മനസ്സിലായ ഒരു വലിയ അപകടമുണ്ട്. ഇത് താൽക്കാലികമായ ഒരു വെടിനിർത്തലിലേക്ക് കൊണ്ടുപോയെങ്കിലും ഇനിയും ഭാവിയിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയുടെ അതിപ്രസരം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളാണ് GCC രാജ്യങ്ങൾ ആരംഭിക്കുന്നത്. ഒരുപക്ഷെ റഷ്യ കാലങ്ങളായി കാത്തിരിക്കുന്ന ഒരു കൃത്യമായ ഒരു എൻട്രിക്ക് അവിടെ ഒരു എഡ്ജ് കിട്ടുകയാണ് റഷ്യക്ക് മാത്രമല്ല ചൈനയ്ക്ക്. കാരണം എന്തെന്ന് വെച്ചാൽ അമേരിക്കയുടെ ഡോളറിന് പകരമായി ചൈനയുടെയും റഷ്യയുടെയും കറൻസികൾക്ക് കൂടുതൽ കരുത്തേകുന്ന രീതിയിലുള്ള കൃത്യമായ നീക്കമാണ് ഇപ്പോൾ അണിയറയിൽ ഒരുങ്ങുന്നത്. ലോക വ്യാപാരത്തിന്റെ, അതായത് ചരക്ക് വ്യാപാരത്തിന്റെ 1/5 ഹോർമോസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ ഇറാന്റെ പരിപൂർണമായ നിയന്ത്രണം, അതായത് അമേരിക്കയുടെ സഖ്യകക്ഷികളായിട്ടുള്ള രാജ്യങ്ങൾക്കും ഇപ്പോഴും അത് നിയന്ത്രിക്കപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ഇറാൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്. GCC രാജ്യങ്ങൾ വളരെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. തങ്ങൾക്ക് ഇനി അമേരിക്കയുടെ ഒരു രീതിയിലുള്ള സഹായവും വേണ്ട. അമേരിക്കയുടെ രീതികൾ എന്താണെന്ന് പൂർണ്ണമായി മനസ്സിലാക്കി. ആപത്ഘട്ടം വരുമ്പോൾ അവർക്ക് സഹായിക്കാൻ കഴിയുന്നില്ല. അവർ ഭയപ്പെട്ട് തിരിഞ്ഞോടുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇറാന്റെ പോരാട്ട വീര്യത്തെ എടുത്തഭിനന്ദിച്ചുകൊണ്ട് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും ഖത്തറും കുവൈത്തും ഒക്കെ രംഗത്ത് വരികയാണ്. സൗദി വളരെ വ്യക്തമായി പറയുന്നു, തങ്ങളുടെ എണ്ണപ്പാടങ്ങൾ പരിപൂർണമായി കത്തിച്ചാമ്പലായാലും അമേരിക്ക ഒരു രീതിയിലുള്ള ഇടപെടലും നടത്തില്ല എന്നുള്ളതിന് തെളിവുകളാണ് വാസ്തവത്തിൽ ഇറാൻ കാണിച്ചു തന്നത്. തങ്ങളുടെ കണ്ണു തുറപ്പിച്ചു. ആരാണ് വാക്കിന് വിലയില്ലാത്തവർ, നെറികെട്ടവർ? ആരാണ് വെറും കച്ചവട തന്ത്രങ്ങൾ, താല്പര്യങ്ങൾ മാത്രം മുൻനിർത്തി ബിസിനസ് രംഗം കൊഴുപ്പിക്കാൻ വേണ്ടി മാത്രം വെറുതെ വാചാലരാകുന്നവർ? ട്രംപ് വെറും ഒരു ബിസിനസ്സുകാരനാണ്. അതിനപ്പുറത്തേക്ക് ഒരു പക്വതയാർന്ന രാഷ്ട്രീയ നേതാവായി ഇനിയും വളർന്നിട്ടില്ല, ഇനി വളരാനും പോകുന്നില്ല എന്ന് ഉറപ്പിച്ചു തന്നെയാണ് ഈ രാജ്യങ്ങൾ ഒന്നടങ്കം പറയുന്നത്. നോക്കൂ, ഇത് വലിയൊരു തിരിച്ചടിയാണ്. അമേരിക്കയുടെ ഏറ്റവും ഗതികെട്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ജോ ബൈഡനെയൊക്കെ ഏറ്റവും കൂടുതൽ പുച്ഛിച്ചു തള്ളിയ ഡൊണാൾഡ് ട്രംപ് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന രീതിയിലുള്ള വാദങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നല്ലോ 2025 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെ വ്യക്തമായ തീരുമാനങ്ങൾ എടുത്തത്. പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? 2025 അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ ഏൽക്കുമ്പോൾ 24 തെരഞ്ഞെടുപ്പ് ഫലം തനിക്ക് അനുകൂലമായതിന് കാരണമായത് വെറും നുണപ്രചരണം മാത്രമാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇനി ഇറാനിൽ റെജീം ചേഞ്ച് പോയിട്ട് അവിടെ നിന്ന് ഒരു മണൽത്തരി എടുക്കാൻ പോലും അമേരിക്ക എന്നല്ല മറ്റു രാജ്യങ്ങൾ ശരിക്കും ഭയക്കും, വിറയ്ക്കും.